ഈ ഏറ്റവും ശക്തിയുള്ള ദൈവം ഏതാണ്? ഏത് ദൈവത്തെ വിളിച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം നിങ്ങളെ വിരൽ തുമ്പിലുണ്ടായിരിക്കും. ആളുകളും എന്നോട് വിളിച്ച് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, കുറെ ഞാൻ ആ ദൈവത്തിനെ വിളിച്ചു, കുറെ ശിവന്റെ അമ്പലത്തിൽ പോയി, കുറെ വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോയി, കുറെ ദേവിയുടെ അമ്പലത്തിൽ പോയി, പല ദൈവങ്ങളുടെയും പ്രാർത്ഥിച്ചു, പക്ഷെ എന്നിട്ടൊന്നും ഒരു ഗുണം കാണുന്നില്ല എന്നുള്ള ഒരു പരിഭവം, പരാതി. കാരണം ആരെ വിളിച്ചാലാണ് നമുക്ക് എന്ത് കാര്യം സാധിക്കുക, ഏത് ദൈവത്തെ വിളിച്ചാലാണ് കാര്യങ്ങൾ സാധിക്കുക, നമുക്ക് തൊഴിലില്ലായ്മ, കുടുംബ പ്രശ്നം, രോഗങ്ങൾ, ഇങ്ങനെ മുതൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു പിടിവള്ളി കിട്ടാൻ അല്ലെങ്കിൽ കര കയറാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈശ്വര പ്രാർത്ഥന. ഭഗവാനെ കാത്തു രക്ഷിക്കണേ. നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, പൈസ കടം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ തരാനുള്ള മനസ്സ് അയാൾക്ക് ഉണ്ടാവണേ, അതുപോലെ പണി ഉണ്ടാവണേ, അതുപോലെ കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് ചോദിക്കാതിരിക്കണേ. അതുമുതൽ പിന്നെ നമ്മുടെ രോഗങ്ങൾ മാറണേ, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ ആളുകളും ഈശ്വരനെ പ്രാർത്ഥിക്കും. ചുരുക്കം പറഞ്ഞ കക്കാൻ പോകുന്ന ആളുകളും ദൈവത്തിനെ പ്രാർത്ഥിക്കും. ഡോക്ടർമാർ പ്രാർത്ഥിക്കും ഇത് രോഗികൾ വരണേന്ന്, രോഗികൾ വിചാരിക്കും രോഗങ്ങളൊന്നും ഉണ്ടാവരുതേന്ന്. പിന്നെ അതുപോലെ തന്നെ മരുന്ന് വിൽക്കുന്നവർ വിചാരിക്കും മരുന്ന് കച്ചവടം ഉണ്ടാവണേ, മരുന്നിന്റെ കാശ് വിചാരിക്കും മരുന്നും രോഗങ്ങളൊന്നും മേടിക്കാണ്ട് കാത്തുരക്ഷിക്കണേ. ഒക്കെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ പ്രാർത്ഥിക്കുന്നത് അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എത്ര പ്രാർത്ഥിച്ചാലും രോഗങ്ങൾ വരാതിരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രോഗങ്ങൾ ഈ നാട്ടിലുണ്ട്. അതിന് വേണ്ട മരുന്നുകൾ തന്നെയാണ് ഈ ദൈവങ്ങൾ തന്നെയാണ് മനുഷ്യരിലേക്ക് ആയുർവേദമായിട്ടും അലോപ്പതിയായിട്ടും സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ രോഗങ്ങൾ വരാതെ ജീവിക്കാനാണ് വെച്ചെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് തന്നെ രോഗങ്ങൾ വരാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ അതിനാരും തയ്യാറുമല്ല. അപ്പോൾ മരുന്ന് കഴിച്ചാലും വേണ്ടില്ല, രോഗം വന്നാൽ കുഴപ്പമില്ല, മരുന്ന് കഴിച്ചാലും വേണ്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിക്കുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രശ്നം. പിന്നെ നമുക്ക് സാമ്പത്തിക പ്രശ്നം. ഏതൊരു വ്യക്തിക്കും ജീവിക്കാനും അല്ലെങ്കിൽ അതിൻ്റെതായ ഭക്ഷണത്തിന്, ആഹാരത്തിന് വേണ്ട പണം കണ്ടെത്താനുള്ള മാർഗം, സംസാരിക്കാത്തവനാണെങ്കിലും കാലില്ലാത്തവനാണെങ്കിലും എന്ത് പോരായ്മ ഉണ്ടെങ്കിലും ഒരു വഴി, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ജോലി കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു മാർഗം ഭഗവാൻ, ദൈവങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്ത ഒരാള് ചൂണ്ടലിടാൻ പോയി കഴിഞ്ഞാൽ അവര് ആദ്യം തന്നെ ഇടുന്ന അതില് ഏറ്റവും വലിയ മീന കിട്ടുക എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആളുകൾക്കായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആ കഴിവ് പോരായ്മകളെ നിലനിർത്തിക്കൊണ്ടും അവരുടെ കുടുംബജീവിതം നോക്കാനുള്ള ഒരു പ്രാപ്തി, ഒരു തന്റെ ഇടം ഉള്ള ഒരുപാട് പേരുണ്ട്. അത്ര പോലും കഴിവ് കാണിക്കാത്ത ഒരുപാട് ഒരു കുറവും ഇല്ലാതെ നല്ലപോലെ ജീവിക്കുന്നവരിൽ തന്നെ പല വൈകല്യമുള്ള ഒരാൾ ചെയ്യുന്നതിന്റെ 10% 100% പോലും ചെയ്യാൻ തയ്യാറില്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഉള്ളില് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്കനുസരിച്ച് ഫലം കിട്ടുന്ന ദൈവത്തെ അന്വേഷിച്ചിട്ടാണ് എല്ലാവരും നടക്കുന്നത്. അപ്പൊ എന്റെ അടുത്തേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കാറുണ്ട്, അത് വിളിച്ചിട്ട് കാര്യമില്ല, ഇത് വിളിച്ചിട്ട് കാര്യമില്ല, വിഷ്ണുമായ വിളിച്ചാൽ പറ്റുമോ, കരിങ്കൂട്ടിനെ വിളിച്ചാൽ പറ്റുമോ, ദേവിനെ വിളിച്ചാൽ പറ്റുമോ, ഇനി ധൂമാവതി പറ്റുമോ, ഹനുമാൻ പറ്റുമോ, അങ്ങനെ പലവരും വിളിച്ചു നോക്കിയിട്ടും രക്ഷയല്ല, ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് നടക്കുകയാണ്. ഞാൻ ആരെ വിളിക്കണ്ട് എന്നുള്ളതും ഓരോരുത്തരുടെയും അന്വേഷണത്തിലാണ്. ഈ അന്വേഷണത്തിന് ഒരു അവസാനം കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഈ ദൈവങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സകല കാര്യങ്ങളും നടത്തി തരാൻ പറ്റുന്ന ഒരു ദൈവങ്ങളും എവിടെയില്ല. നോട്ടും കെട്ടടിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രിന്റിംഗ് മെഷീനായിട്ട് ഒരു ദൈവങ്ങളും നടക്കണില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ട് പണിക്ക് പോവുക വേണം. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് പണി ഉണ്ടാവും. ഈ പണി കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഏത് ദൈവത്തിനെ വിളിച്ചാൽ എന്നുള്ള പ്രശ്നത്തിന് നമ്മൾ ഉള്ള ഒരു കാര്യം വരുമ്പോൾ നാം ഓരോ വ്യക്തികൾക്കും അവരവരുടെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന ദേവത ഉണ്ടാവും.
അത് ജാതക പ്രകാരമല്ല. ജാതകത്തിൽ ചിലപ്പോൾ ഭദ്രകാളി ആയിരിക്കും, ചിലപ്പോൾ അയ്യപ്പനായിരിക്കും, ചിലപ്പോൾ അങ്ങനെ പല പല ദേവന്മാരുണ്ടായിരിക്കും. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് സ്വന്തം മനസ്സാൽ തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന ദേവനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. ആ ദേവനെ ഒരു ചിട്ടപൂർവം നമ്മൾ പ്രാർത്ഥിക്കുക, ജപിക്കുക, അതുപോലെ തന്നെ അതിനെ സ്മരിക്കുക, ആ ദേവനെ പ്രണയിക്കുക, ആ ദേവനെ ഇഷ്ടാനുസരണം നമ്മൾ ജീവിക്കാനും കൂടി തയ്യാറാവുക. ചില ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കള്ളത്തരം പാടില്ല, വഞ്ചന പാടില്ല, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കുടുംബം കലക്കുന്ന തരത്തിലുള്ള പ്രകൃതം സ്വഭാവം പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ദൈവികപരമായിട്ട് ജീവിക്കാൻ തയ്യാറാകുന്ന സമയത്ത് നമ്മൾ ചിട്ടകൾ പാലിക്കേണ്ടി വരും. സ്ത്രീകളെ വഞ്ചിക്കുക, അതുപോലെ തന്നെ ഓരോരോ കുടുംബം കലക്കുക, ഇങ്ങനെയൊക്കെ നമ്മളുടെ മൈൻഡും എനർജിയും മറ്റുള്ളവരുടെ കുടുംബത്തിനെ കുറിച്ച് അന്വേഷിക്കാനും അതുപോലെ തന്നെ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കണ്ടെത്തുന്ന സമയവും നമ്മുടെ ചിന്തയൊക്കെ നമ്മളെ എല്ലാ എനർജിയും നിർവീര്യമാക്കും, അല്ലെങ്കിൽ ദോഷങ്ങളിലേക്കാണ് നമ്മൾ അങ്ങനെ എല്ലാ നമ്മുടെ എനർജികളും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിച്ച് നഷ്ടപ്പെടുത്തിയിട്ട് സ്വന്തം കാര്യം നമുക്ക് വേണ്ടതുപോലെ പ്രയോഗിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ഈ ദൈവങ്ങളുടെ നമ്മൾ വിചാരിക്കുന്നത്, അപ്പോൾ ഏറ്റവും ഉന്നതിൽ നിൽക്കുന്ന ദൈവം എല്ലാവരും പറയും ശിവനാണെന്ന് പറയും, പിന്നെ മൂകാംബിക എന്ന് പറയും, ചിലർ വിഷ്ണു എന്ന് പറയും, ചിലപ്പോൾ ഗണപതി എന്ന് പറയും. അങ്ങനെ ഏതൊക്കെ ദൈവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുണ്ട് എങ്കിൽ അത് മനുഷ്യത്വപരമായിട്ട് നോക്കുമ്പോൾ എല്ലാ ദൈവങ്ങളെ കൊണ്ടും കിട്ടുന്ന ഒരേ ഗുണേ കിട്ടുള്ളൂ. മനുഷ്യത്വപരമായിട്ട് മനുഷ്യന് നൽകാൻ പറ്റുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആ എല്ലാ ദൈവങ്ങൾക്കും ഒരുപോലെയാണ് സാധിക്കുള്ളൂ. കാരണം ശിവനെ വിളിച്ചാൽ 500-ന്റെ നോട്ട് കിട്ടുന്ന ഒരു ശിവൻ നമ്മളിലില്ല. ദേവിനെ വിളിച്ചാൽ 500-ന്റെ നോട്ട് കിട്ടുന്ന ഒരു ദേവിയില്ല, അല്ലെങ്കിൽ പണം വന്നു ചേരുന്നത്. പക്ഷെ എല്ലാ ദൈവങ്ങൾക്കും അതിൻ്റെതായ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് മാനസിക ചിന്ത, നമ്മുടെ സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചിന്താഗതികൾ, അതിനനുസരിച്ച് അതാത് വ്യക്തികൾക്ക് അവരുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരുന്ന ദേവനോ മൂർത്തിയോ ഉണ്ടായിരിക്കും. ആ ദേവനെയാണ് നമ്മൾ എന്ത് വേണ്ടത്, പ്രീതിപ്പെടുത്തുകയും ജപിക്കുകയും വേണ്ടത്. ആ ദേവനെ ജപിച്ചാൽ മാത്രമാണ് നമുക്ക് വേണ്ട വിധാനത്തിലുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെതായ കുടുംബ ജീവിതത്തിനോ അല്ലെങ്കിൽ തൊഴിൽ പുരോഗതി, സാമ്പത്തികം, രോഗം മുതൽ നമ്മളെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിക്കും വേണ്ടി സഹായിക്കാൻ കഴിയുന്നതും, നമുക്ക് നമ്മളുടേതായ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾക്ക് വേണ്ടത് അതാത് സമയത്ത് നമ്മളെ അനുഗ്രഹിച്ച് ആ റൂട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചൈതന്യം നമ്മളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഏത് ഈശ്വരനാണോ, ദൈവമാണോ, ദേവനാണോ, മൂർത്തിയാണോ അവരെയാണ് നമ്മൾ വിളിക്കേണ്ടത്. നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ഒരാളെ അവിടെ വെച്ചിട്ട് നമ്മൾ മറ്റൊരാൾ വിഷ്ണുമായരെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബിസിനസ് പുരോഗമിക്കാം എന്ന് കരുതി വിഷ്ണുമായരുടെ അടുത്തോ കരിങ്കുട്ടിയുടെ അടുത്തോ മറ്റ് ഏതെങ്കിലും ധൂമാവതി, ബഹളാമുഖി, അതുപോലെ തന്നെ ചിന്നമസ്ത ഒരുപാട് ദേവതകളൊക്കെ പുതുതായിട്ട് നമ്മൾ കണ്ടെത്തി അവരൊക്കെ എടുത്ത് ജപിച്ച് നമ്മൾ കാലം കളഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദേവനും നമുക്ക് ഓടിച്ചെന്ന് ഉടനെ പ്രസാദിക്കാനും പോണില്ല. ഈ പ്രസാദിക്കണമെങ്കിൽ നമുക്ക് ആ ദേവൻ്റെതായിട്ടുള്ള ഹിതമനുസരിച്ച് ജീവിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രയത്നം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുക, ഈ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓടി ചെന്നിട്ട് ഞാനിപ്പോൾ കുറെ കാലം അമ്പലത്തിൽ പോയിച്ചോ പള്ളിയിൽ പോയിച്ചിട്ടോ തിക്കും പടം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമല്ല. നമ്മുടെ ഉള്ളിലുള്ള ദേവനെ ഉണർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഗുണം കിട്ടി എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ ആ ദേവനെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ദേവന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ദേവന്റെ ഹിതമനുസരിച്ച് നമ്മൾ ജീവിക്കുകയോ ജപിക്കുകയോ ചെയ്താലും നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് ഫലം കിട്ടും. പക്ഷേ എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും സാധിക്കുകയും വേണം, അനുഗ്രഹം ഉണ്ടാവുകയും വേണം. എല്ലാതിനെയും നമുക്ക് ഞൊടിയിടയിൽ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള മാർഗം എന്ന് പറയുന്നത് സ്വിച്ചിട്ട ബൾബ് കത്തുന്നത് പോലുള്ള എഫക്റ്റ് ദൈവങ്ങളിൽ നിന്ന് കിട്ടണം എന്ന് കരുതിയിട്ടാണ് പല ആളുകളും നമ്മളെ വിളിക്കുന്നതും അതുപോലെ തന്നെ ഈ അമ്പലം പൂജ്യം ജപിക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു കാരണത്തിൽ നിന്ന് നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് സമയം കളയണ്ട. പക്ഷെ നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ സ്വമനസാൽ തന്നെ വളരെ എളിമയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു ദേവനെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എന്തും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്വപ്നവും നിങ്ങളെ സാക്ഷാത്കരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ദേവനെ ജപിക്കണമെങ്കിൽ ഒരു ചിട്ട ഉണ്ട്. ആ ചിട്ട എന്ന് പറയുമ്പോൾ ശിവനാണെങ്കിലോ അല്ലെങ്കിൽ ഭദ്രകാളി ആണെങ്കിൽ ഈ ഭദ്രകാളി ദേവിയെയാണ് നിങ്ങൾ ജപിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ഗുരു വന്ദനം, പിന്നെ ഗണപതി വന്ദനം. ഇതിന് ശേഷം പഞ്ചഭൂതങ്ങളെയും നവഗ്രഹങ്ങളെയും വന്ദിക്കുക. വന്ദിച്ചതിന് ശേഷം ദേവിയുടെ ഛന്ദസ് എന്ന് പറഞ്ഞിട്ട് മന്ത്രമുണ്ട്. ആ ഛന്ദസ് ഇവിടെയും ഇവിടെയും ഈ ഹൃദയത്തിലാണ് തൊടുക. അങ്ങനെ ഈ മൃഗമുദ്ര എന്നുള്ള രീതിയിലാണ് അത് പിടിക്കുക. അങ്ങനെ തൊട്ടിട്ട് ആണ് മന്ത്രം ആരംഭിക്കുക. അപ്പൊ ഈ തൊടുന്നത് എന്താണെന്ന് വെച്ചാൽ ഛന്ദസ് എന്ന് പറയുന്നത് ഈ ദേവിയുടെ ആ മന്ത്രം കണ്ടുപിടിച്ച ഋഷീശ്വരന്റെ സ്മരണയാണ് ഈ ഛന്ദസ് തൊടുക എന്ന് പറയുന്നത്. അത് തൊട്ടതിന് ശേഷം ആ ദേവിയുടെ ധ്യാനത്തെ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. എന്നിട്ട് ആ ധ്യാനം നമ്മൾ എന്താണ് ധ്യാനിച്ചിരിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദേവിയെ ഏത് രൂപത്തിലാണോ നമ്മൾ ജപിക്കാനോ അല്ലെങ്കിൽ പൂജിക്കാനോ അല്ലെങ്കിൽ നാമം ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ദേവിയുടെ രൂപത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ധ്യാനമുണ്ട്. ഒന്നെങ്കിൽ കാളിമേഘ സമപ്രഭാം തൃണയനാം വേദാടകണ്ഠസ്ഥിതം ഗഡ്ഗം ഗേടകപാലധാരികശിര, അങ്ങനെ പറയുമ്പോൾ ആ ദേവി ഇരിക്കുന്ന സ്വഭാവത്തെ ആ രൂപത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ ദേവിയുടെ മന്ത്രം ജപിക്കാൻ. ഈ ജപിക്കുക എന്ന് പറയുന്നത് ധ്യാനിക്കുക എന്ന് പറയുന്നത് ഈ രണ്ട് പുരികത്തിന്റെ നടുക്കിൽ ഭഗവതിയുടെ ആ രൂപത്തെ മനസ്സിലാക്കി കൊണ്ടുവേണം ജപിക്കാൻ. എന്നിട്ടാണ് നമ്മൾ മൂലമന്ത്രം ജപിക്കുക. ഈ മൂലമന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ പ്രായശ്ചിത്തം ജപിക്കുക എന്ന് പറയും. അത് ഓം നമഃശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നുമാണ്. ഈ മന്ത്രം കൂടി ജപിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താണ് ഈ ദേവിയുടേതായ മന്ത്രജപം പൂർത്തിയാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ഭക്തി കൊണ്ട് ചെയ്യുന്നതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ ദുരിതം കൊണ്ട് നമുക്ക് ഗുണമില്ലാതെ വരിക. അപ്പോൾ അതാണ് എല്ലാവരുടെയും പ്രശ്നം. കാരണം വെച്ചാൽ എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നല്ല രീതിയിലേക്ക് വർക്കൗട്ടായി അതൊരു അനുഗ്രഹമായി വരാനുള്ള നല്ലതും ചീത്തയും ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് നല്ല രീതിയിൽ ഗുണാനുഭവത്തിലേക്ക് വരാത്തത്. ആ ഒരു ചിട്ടയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവന്റെ അനുഗ്രഹവും ഐശ്വര്യവും നമ്മളിലേക്ക് ഉണ്ടാവും. ഈ ജപിക്കാനിരിക്കുന്ന വ്യക്തി നമ്മൾ പണം വന്നു ചേരണേച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തെ വിചാരിച്ചു കൊണ്ടോ അല്ല നമ്മൾ ജപിക്കേണ്ടത്. ഈ ദേവിനെയാണോ മറ്റേത് ദേവനെ ജപിക്കുകയാണെങ്കിലും ദേവിയുടെ അനുഗ്രഹം എന്നുള്ള രൂപത്തിൽ വേണം നമ്മളിത് ജപിക്കാനിരിക്കാൻ. ഈ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ജപിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുക നമ്മുടെ എന്തൊക്കെ വേണോ, നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്താണ് നമ്മുടെ ദോഷം എന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ ഭഗവതിക്ക് അറിയും എന്നുള്ളതാണ്. ആ അറിയുന്ന പ്രകാരമാണ് ഭഗവതി നമുക്ക് വേണ്ട അനുഗ്രഹം തരിക. ജപിക്കുമ്പോഴും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഭഗവതിയെ അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ അനുഗ്രഹം എന്നുള്ളത് നമ്മുടെ പോരായ്മകളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ദുരിതങ്ങളൊക്കെ ഭഗവതിക്ക് അറിയാം. എന്നിരുന്നാലും വേണമെങ്കിൽ നമുക്ക് ഇന്ന കഷ്ടപ്പാടുകളൊക്കെ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ തീർത്തു തരണേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. പക്ഷെ പണത്തിന് വേണ്ടിയിട്ടോ മറ്റ് ഉപദ്രവമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടോ പ്രാർത്ഥിച്ചാൽ നമുക്ക് പണം വന്നു ചേരുമ്പോൾ പലതും നമ്മളിൽ നഷ്ടപ്പെടുന്ന ദോഷം കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ഭഗവതിയുടെ അനുഗ്രഹത്താൽ കൊണ്ട് നമുക്കൊരു അനുഗ്രഹമായി വന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ദോഷമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനും കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ജപത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും.